ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എനിക്ക് സച്ചിയേട്ടൻ്റെ ഒപ്പം വരാൻ പേടിയാണെന്നും ഞാൻ വരുന്നില്ലെന്നും പറയുകയാണ് അർച്ചന. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, ശരി, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പിരിഞ്ഞു നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? അത്രയും പറഞ്ഞ് പിണക്കം ഭാവിച്ച് സച്ചി തിരിഞ്ഞു നിൽക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അല്ല സച്ചിയേട്ടാ, നമ്മൾ എപ്പോഴാണ് പോകുന്നത്? അത് പിന്നെ 2 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞ് സച്ചി സന്തോഷത്തോടെ തിരിയുകയാണ്. ഇത് കാണുന്ന അർച്ചന പറയുകയാണ്, പിണങ്ങി നിൽക്കുമ്പോഴുള്ള ഭാവം കണ്ടില്ലേ? അത്രയും പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതെ, എനിക്ക് കുറച്ച് സാരിയൊക്കെ മടക്കി വെക്കാനുണ്ട്. അതെന്തിനാ ഇപ്പം മടക്കുന്നത്? എല്ലാം നേരെ വെക്കാനാണെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, താൻ സാരി മടക്കുന്നത് കാണുമ്പോഴേ എനിക്ക് പേടിയാ. ഇത് കേൾക്കുന്ന അർച്ചന സച്ചിയെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ ഓഫീസിലെ കണക്കൊക്കെ പരിശോധിക്കുന്നതാണ്. തുടർന്ന് അർച്ചനെ വിളിച്ച് തൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് സേതുമാധവൻ. അങ്ങനെ ആ ഫയലുകളെല്ലാം നോക്കിയിട്ട് അർച്ചന പറയുകയാണ്, അച്ഛാ, അച്ഛൻ്റെ സംശയം ശരിയാണ്. ഇതിൻ്റെ അകത്ത് 8 ലക്ഷം രൂപ കുറച്ചാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സേതുമാധവൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. സച്ചി ഇതുവരെ വന്നില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞതെന്ന് അർച്ചന പറയുന്നു. ഇത് നമ്മളുടെ ചെന്നൈ ഓഫീസിലെ അക്കൗണ്ട്സിൻ്റെ ഫയലാണ്. ഈ പ്രാവശ്യം അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപ കുറവാണ്. ആ പൈസ എന്ത് ചെയ്തെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതച്ചാ, ഞാൻ കുറച്ച് ദിവസമായി ഓഫീസിൽ പോയിട്ട് അവന്തികയ്ക്ക് ഓഫീസിലെ കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പദവി അങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്, അതാകും നല്ലത്. അല്ലെങ്കിൽ കമ്പനിയെല്ലാം ആർക്കെങ്കിലും വിൽക്കാം. അച്ഛാ, ഞാൻ കമ്പനി ഇല്ലാത്തത് കൊണ്ട് തന്നെ അക്കൗണ്ടന്റിനെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചിരുന്നത്. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോട് ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് വരുന്ന ഫയലുകളെല്ലാം നീ എന്താ കണ്ണടച്ചാണ് ഒപ്പിടുന്നത്? കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാശെടുത്ത് മറിച്ചെങ്കിലേ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും കാണിക്കണം. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നീ എന്തെങ്കിലും കാശെടുത്ത് ചിലവാക്കുകയാണെങ്കിൽ അത് പറഞ്ഞിട്ടാകണമെന്ന്. നിനക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ? എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളത്തരമൊക്കെ കാണിക്കുന്നത് എന്തിനാ എന്നൊക്കെ സേതു ദേഷ്യത്തോടെ അവന്തികയോട് ചോദിക്കുകയാണ്. അതേസമയം സച്ചിയും അങ്ങോട്ടേക്ക് വരുന്നു. എന്താ അച്ഛാ, എന്താ പ്രശ്നമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഈ 8 ലക്ഷം രൂപയുടെ കാര്യം സച്ചിയോട് പറയുകയാണ് സേതുമാധവൻ. അവന്തികെ, നീ ആ പണം എന്ത് ചെയ്തു? നിനക്കെന്തിനായിരുന്നു ഇത്രയും പണത്തിൻ്റെ ആവശ്യം എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സച്ചി പറയുകയാണ്, അതച്ഛാ, ഏട്ടത്തിയെ വഴക്ക് പറയണ്ട, ആ പൈസ ചിലവാക്കിയത് ഞാനാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. അത് പിന്നെ എനിക്ക് ആവശ്യം വന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്നും വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അക്കൗണ്ടന്റിൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനത് മറന്നുപോയി. അത്രയേ ഉള്ളെന്ന് പറഞ്ഞ് സച്ചി മുകളിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അവന്തിക പറയുകയാണ്, സച്ചി ഒന്ന് നിന്നെ. ഇത്രയും നേരം എന്നെ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് പെരുങ്കളിയാക്കുകയായിരുന്നു. ആ പണം നീ എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുള്ള പണമാതെന്നല്ലേ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് നീ പറഞ്ഞിട്ട് പോയാൽ മതി. അതിൻ്റെ മറുപടി ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണെന്ന് സച്ചി പറയുമ്പോൾ അത് തൃപ്തികരമല്ലെങ്കിലോ എന്ന് അവന്തിക ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ പറയുകയാണ്, അതെ, എനിക്ക് പറയാൻ മനസ്സില്ല. ഇത് കേൾക്കുന്ന അവന്തികയും അനഘയും ഒരു ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനെന്താ എല്ലാവരെയും ബോധിപ്പിക്കണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സേതുമാധവൻ പറയുകയാണ്, ബോധിപ്പിക്കണം. ഈ നിൽക്കുന്ന ആരെന്ത് ചോദിച്ചാലും നീ അതിന് മറുപടി നൽകണമെന്ന് സേതു പറയുമ്പോൾ അതിനെനിക്ക് സൗകര്യമില്ലെങ്കിലോ എന്ന് സച്ചി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ സച്ചിക്ക് നേരെ കൈ ഓങ്ങുകയാണ്. അച്ഛാ എന്ന് അർച്ചന വിളിക്കുമ്പോൾ സേതുമാധവൻ അടിക്കാതെ തൻ്റെ കൈ താഴ്ത്തുന്നു. അതേസമയം ദേഷ്യത്തോടെ സച്ചി തൻ്റെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം അർച്ചന തലകുനിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവന്തിക പറയുകയാണ്, നീ എന്നും എൻ്റെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് തന്നെ നിൽക്കണം, അതാ എനിക്കും ഇഷ്ടം. ഇപ്പോഴേ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി മൂപ്പിച്ചു കൊടുത്തിരുന്നെങ്കിലേ നിന്റെ സച്ചിക്ക് നല്ലൊരടി തന്നെ കിട്ടിയേനെ. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന അർച്ചന സച്ചിയോട് ആ പണം എന്തിനാ ചിലവാക്കിയതെന്ന് ചോദിക്കുന്നതാണ്. എടോ, ഞാൻ അതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചിലവാക്കിയതാ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സച്ചിയേട്ടാ. പക്ഷേ എല്ലാവരുടെ മുമ്പിൽ സച്ചിയേട്ടൻ ഒരു കുറ്റക്കാരനെ പോലെ നിന്നപ്പോൾ എനിക്കത് സഹിച്ചില്ല. സച്ചിയേട്ടൻ ആരോടും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും അച്ഛൻ എന്താണെങ്കിലും സത്യാവസ്ഥ അറിയണമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി നേരെ സേതുമാധവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വേറെ ആരും ഈ സത്യം അറിഞ്ഞില്ലെങ്കിലും അച്ഛൻ അറിയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ 8 ലക്ഷം രൂപ ചിലവാക്കിയത് അർച്ചനയ്ക്ക് വേണ്ടിയിട്ടാ. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം സച്ചി സേതുമാധവനോട് പറയുകയാണ്. നാളെ തന്നെ ഞാൻ ആ പണം തിരിച്ചു വെച്ചേക്കാമെന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുകയാണ്, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അത് ഞാൻ വേറെ എന്തെങ്കിലും കണക്കെഴുതി അതിൽ ചേർത്തോളാം. ഒരച്ഛൻ എന്ന നിലയ്ക്ക് എൻ്റെ മകനെ കുറിച്ചോർത്ത് അഭിമാനിക്കുന്നെന്നും സേതു പറയുന്നു.
നിന്റെ ഭാര്യയെന്ന് വെച്ചാൽ എൻ്റെ മോളല്ലേടാ. എൻ്റെ മോൾക്ക് ചിലവാക്കാതെ വേറെ ആർക്കാ ഞാൻ ഈ പണമൊക്കെ ചിലവാക്കുക? നിന്നോട് പറഞ്ഞതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് സേതു സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. എന്താണെങ്കിലും ചേച്ചി ചെയ്തതൊക്കെ ശരിയായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചടികളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറച്ചുകൂടി പറയാമായിരുന്നെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്താണെങ്കിലും അവൻ എല്ലാവരുടെ മുമ്പിൽ കള്ളനായി കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ പതിയെ ഓഫീസിൽ നിന്നും കുറച്ച് പണം വെച്ച് അടിച്ചു മാറ്റാൻ തുടങ്ങും. എന്നിട്ട് അതൊക്കെ സച്ചിയുടെ തലയിൽ ഇടുകയും ചെയ്യും. കേൾക്കുന്ന അനഘ ചിരിച്ചുകൊണ്ട് അവന്തികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.